ഹായ് ഹലോ, എല്ലാവർക്കും ആരാധ്യൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വിഷു ദിനത്തിലുള്ള ഒരു വീഡിയോ ആണ്. വിഷുവിൻ്റെ അന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് സുഭാഷ് നഗർ കൃഷ്ണൻ കോവിൽ. അപ്പോൾ അവിടെ പോയതാണ്. ആരാധ്യൻ കൃഷ്ണനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് കാണും. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയി, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആരാധ്യൻ അവിടെ കിടന്ന് ഫുൾ ഓട്ടമാണ്. ആരാധ്യൻ എവിടെ പോയാലും ആരാധ്യൻ ഓട്ടമാണ്. അപ്പോൾ നമ്മൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി തൊഴുതു. ഇതിപ്പോൾ അയ്യപ്പ സ്വാമിയുടെ അവിടെയാണ് തൊഴുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. തൊഴുത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ക്യാമറ തിരിച്ച് വീഡിയോ എടുത്ത് അങ്ങനെ നിന്ന് കണ്ടോ കുണ്ടണിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ചേട്ടൻ പായസം കൊണ്ട് തന്ന്. ആര്യത്തിൻ്റെ കയ്യിലാണ് ആദ്യം പായസം കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്കുള്ള പായസം പിന്നെ ഈ ഗ്ലാസ്സിൽ കൊണ്ട് തന്നു. അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങ് കുടിക്കുക ആൾക്ക് പാൽപ്പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയ പായസമാണ്. ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്താണ് പായസം കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. നല്ല ടേസ്റ്റായിരുന്നു പായസം കഴിക്കാനായിട്ട്. ആരാധ്യന് ഒറ്റയ്ക്ക് 1/2 ഗ്ലാസ് പായസം കുടിച്ചു. ഞങ്ങൾക്ക് 1 ഗ്ലാസ്സാണ് കിട്ടിയത് എല്ലാവർക്കും കൂടി. പിന്നെ വേണമെന്ന് ചോദിച്ചപ്പോൾ ആരാധ്യന് ചേച്ചിക്ക് ഡാൻസ് ക്ലാസ്സിന് ടൈമായി, അതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകണമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയതിന് ശേഷം ആ വഴിക്ക് ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് പോയത്. അപ്പോൾ ഈ ആരാധ്യൻ അങ്ങനെ കിടന്ന് ഓടാണ്. പായസം എല്ലാം കുടിച്ച് പിന്നെ അടുത്ത് ഞങ്ങൾ ഗണപതിയെ തൊഴാൻ പോയി. ഗണപതിയെ തൊഴുതതിന് ശേഷം ഞങ്ങൾ പ്രസാദം വാങ്ങിച്ചു. പോറ്റിയുടെ കയ്യിൽ നിന്ന് തീർത്ഥം വാങ്ങിച്ച് കുടിച്ചു, പ്രസാദവും വാങ്ങിച്ച് കുടിച്ചു. രാവിലെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൈനീട്ടം കിട്ടുമായിരുന്നു. എല്ലാ പ്രാവശ്യവും വിഷുവിന് ഞങ്ങൾക്ക് കൈനീട്ടം കിട്ടുന്നതാണ് അമ്പലത്തിൽ നിന്ന്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ലേറ്റായിട്ടാണ് പോയത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് മഞ്ചാടി വാര്. മഞ്ചാടിയും ഉണ്ട്, കുന്നിക്കുരു ഉണ്ട്. മഞ്ചാടി വാരി കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഭയങ്കര വികൃതിയാവുമെന്നാണ്. എന്നാലും ആരാധ്യൻ വികൃതിയാണ്. കുറച്ചുകൂടി വികൃതിയാകട്ടെ എന്ന് കരുതി ഞാൻ എപ്പം അമ്പലത്തിൽ പോയാലും ആരാധ്യനെ കൊണ്ട് മഞ്ചാടി വാരിക്കും. ആരാധ്യന് ഇഷ്ടപ്പെട്ട 2 മഞ്ചാടിക്കുരു, 1 കുന്നിക്കുരു എടുത്ത് തരും. അത് ഞാൻ എൻ്റെ പേഴ്സിൽ തന്നെ ഇട്ട് സൂക്ഷിച്ചിരിക്കും. അതെനിക്കത്തൊരു വിശ്വാസമാണ്, ഒരു ഐശ്വര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കാണിച്ചത് ഇതാണ് മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും. അടുത്ത് ഞങ്ങൾ പോയത് അമ്പലത്തിന് പുറത്തു വശത്തുള്ള അമ്പലത്തിൻ്റെ ചുറ്റളവിൽ തന്നെയാണ്. പക്ഷേ വെളിയിലായിട്ടാണ് നാഗരെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. അവിടെ പോയി തൊഴുതു. അവിടെ നേരെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആരാധ്യൻ ഓടും, വീണ്ടും തിരിച്ച് കറങ്ങി വരും, വീണ്ടും ഓടും, വീണ്ടും വരും. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനാണ് പുറത്തോട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ തിരിഞ്ഞിവരെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അനന്തുവിന് ഗിത്താർ ക്ലാസ് ഉണ്ട്. പക്ഷേ ഓൾറെഡി ഗിത്താർ ക്ലാസ് കഴിഞ്ഞു. വിഷു ആയതുകൊണ്ട് 8:30-ക്കാണ് ഗിത്താർ ക്ലാസ് തുടങ്ങിയത്. അത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗിത്താർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ആരാധ്യൻ്റെ ചേച്ചിയെ കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ്സിനാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന് വീണ്ടും അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പ് തന്നെയാണ്. അവിടെ വന്ന് ആരാധ്യന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വലിയൊരു കപ്പ് നിറയെ ജ്യൂസ് കൊടുത്തപ്പോൾ ആരാധ്യൻ പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയ കപ്പ് ജ്യൂസ് വേണ്ട, ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നതാണിത്. അങ്ങനെ വീണ്ടും ഞാൻ രണ്ടാമതൊരു കപ്പ് ഒരു ഗ്ലാസ് മേടിച്ച് അതിലൊഴിച്ചു കൊടുത്തു. അപ്പോഴും ഇത് വേണ്ട, എനിക്ക് ഇത്രയും വേണ്ട, എനിക്കിതിൻ്റെ പകുതി മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആരാധ്യനെ അത് കസേര ഇരുന്ന് കുടിക്കാൻ പറ്റില്ല. പിന്നെ എഴിച്ച് നിന്നാണ് ജ്യൂസ് കുടിച്ചത്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആരാധ്യൻ്റെ ചേട്ടന് ഷാർജ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഷാർജ മേടിച്ചു കൊടുത്തു. ഞാൻ ചിക്കു ഷേക്കാണ് പറഞ്ഞത്. അപ്പം ചിക്കു ഷേക്ക് വന്നു. എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ ഇത് ആരാധ്യനെ കുടിക്കത്തുള്ളത്. അതുകൊണ്ട് ആരാധ്യൻ്റെ ജ്യൂസ് പകരം ഞാൻ കുടിച്ചു, എൻ്റെ ഷേക്ക് അവൻ കുടിച്ചു. അതാണ് ലാസ്റ്റ് നടന്നത് സംഭവം. ഇപ്പം പറയും എനിക്ക് താ എന്ന് പറയും. എനിക്ക് ഷേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ ഷേക്ക് കൊടുത്തു. ഞാൻ പിന്നെ ജ്യൂസ് കുടിക്കുകയാണ് ചെയ്തത്. അതിലിങ്ങനെ ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രോവിനെയൊക്കെ ഓടിക്കും. പിന്നെ വീണ്ടും 2ാമത് സ്ട്രോ മേടിക്കും. ഇതാണ് ഞങ്ങളിവിടെ പോയാലും. ആരാധ്യൻ്റെ ചേട്ടൻ്റെ വീഡിയോ എടുത്ത് പറഞ്ഞാൽ എടുക്കല്ലേ, വീഡിയോ എടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ അനുജനെ ഡാൻസ് സ്കൂളിൽ നിന്ന് വിളിക്കാനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അനുജ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പഠിപ്പിച്ച സ്റ്റെപ്പാണിത്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഇന്ന് പഠിപ്പിച്ചതേ ഉള്ളൂ, കുറച്ച് ഡൗട്ട്സ് ഉണ്ട് എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കളിച്ച് കാണിച്ചു തരാൻ എന്ന് പറഞ്ഞ് അങ്ങനെ കളിപ്പിച്ച് കാണിച്ചു തരുന്നതാണ് ടീച്ചർ ഞങ്ങൾക്ക്.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ആരാധ്യൻസ് വ്ലോഗ് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.